ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫ്രണ്ട് രമണി ചേച്ചിയുടെ മോളുടെ കല്യാണം ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദാണ്ട് രാവിലെ തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് വൃന്ദാവൻ എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ട്. 7:30 ഫുഡൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് കയറിയത്. വൃന്ദാവൻ എക്സ്പ്രസ്സിൽ പാൻട്രിക്കാറുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ 4 പേരാണ്. ഞാൻ, സുജ, സജിനി, പിന്നെ ഹൈമ ആൻറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി ബാംഗ്ലൂരല്ല ഇറങ്ങേണ്ടത്. ബാംഗ്ലൂരിന് തൊട്ട് മുമ്പായിട്ട് കൃഷ്ണരാജപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തി ഇറങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ കൃഷ്ണരാജപുരത്ത് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. രമണി ചേച്ചി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ രമണി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് വേഗം വാ, ഇവിടെ ബുഫേ നടന്നുകൊണ്ടിരിക്കുക, ക്ലോസിങ് ടൈമാണെന്ന്. എളുപ്പം പെട്ടിയൊക്കെ കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഓടിപ്പോകുമായിരുന്നു ബുഫേ കഴിക്കാനായിട്ട്. റൂം നല്ല റൂമായിരുന്നു, നല്ല നീറ്റായിരുന്നു. ബാത്റൂമായിരുന്നെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ താഴെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സുജയ്ക്ക് കോഫിയൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ രാത്രിയിലൊക്കെ ഞങ്ങൾ ഇറങ്ങി താഴെ ദാണ്ടി റെസ്റ്റോറൻറ്റിൽ വരുമായിരുന്നു. ഈവനിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടുന്ന് ടാക്സി വിളിച്ച് വേണം പോകാൻ. അങ്ങനെ ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇതാണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഞങ്ങളിവിടെ കാണുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സുജയ സജിനിയൊക്കെ ഇതാ ഫോട്ടോ എടുത്ത് അങ്ങനെ തക്കറക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും എൻട്രി ടൈം ആയിട്ടുണ്ട്. വന്നപ്പം തന്നെ കോഫി സ്നാക്സും ഒക്കെ തന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോഴത്തേക്ക് പയ്യനും പെണ്ണും ഒക്കെ വരാൻ ടൈമായി. അവരുടെ എൻട്രി ആയപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഡെക്കറേഷൻ ഉണ്ടല്ലോ, സൂപ്പർബായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് രസമായിരുന്നെന്നറിയാം ഇത് കാണാനായിട്ട്. ഫുൾ ഇവിടുന്ന് അങ്ങനെ അങ്ങ് ഫ്രണ്ട് വരെ ഫ്രഷ് ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെ വ്യത്യാസമായിട്ട് തനി ഒരു പാത്ത് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റേജിൽ പോകേണ്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വഴി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിങ്ങനെ ക്യൂ നിന്ന് എന്നിട്ട് സ്റ്റേജിൽ പോയി ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് റിസപ്ഷനൊക്കെ കണ്ടിട്ട് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും റൂമിൽ പോയി. രാവിലെ 7 മണിക്കായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ രാവിലെ വീണ്ടും ദാണ്ട് കല്യാണത്തിന് വന്ന്
കല്യാണം കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു. നമ്മുടെ കല്യാണം 2-3 മിനിറ്റിലൊക്കെ കഴിയുമല്ലോ. ഇത് കുറേ ടൈം എടുത്ത് നല്ല കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അതിശയത്തോടെ ഇതൊക്കെ എല്ലാം നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അതൊക്കെ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണവും ഈ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രമണി ചേച്ചി ഞങ്ങളോട് പറഞ്ഞു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും വന്ന് കഴിക്കാനായിട്ട്. കുറേ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഹാളിൽ വന്ന് പിന്നെ സ്റ്റേജിൽ വന്ന് പയ്യൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ തനിയെ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് സുധയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഉച്ചയായി, ഊണ് കഴിക്കാൻ സമയമായി. ഞങ്ങൾ വീണ്ടും ദാണ്ട് വന്നു. ഞങ്ങൾക്ക് ഫുഡടിയായിരുന്നു ഇവിടെ വന്നിട്ട് പരിപാടി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് പോകാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു വാനിൽ ഞങ്ങളെ കയറ്റി വിട്ട് ഞങ്ങൾ റൂമിൽ പോയി പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ വെയിറ്റിംഗ് ആണേ. ഞങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കാരണം ഞങ്ങൾ ഇതാണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 അടുത്ത് തന്നെ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നിൽക്കുമ്പം ആ കടയിലൊന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ അല്ല നിങ്ങളുടെ ട്രെയിൻ വരുന്നത്, പ്ലാറ്റ്ഫോം നമ്പർ 4 പിന്നെ ഇതെല്ലാം പെറുക്കി കിട്ടിക്കൊണ്ട് ഞങ്ങൾ കുറേ സ്റ്റെപ്പൊക്കെ കയറി പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറുവാണേ. ട്രെയിനിൽ കയറി ഞങ്ങൾ രാത്രി 9:45 ആയപ്പോൾ എന്താണ്ട് ഫ്ലാറ്റിൽ ആദ്യം എന്താ സുജയെ കൊണ്ടുവന്നു, സുജയുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് വിട്ട്. ഇപ്പോൾ രാത്രി 10 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ഇതാണ്ട് ഞങ്ങളുടെ ഡി ബ്ലോക്കിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ 3 പേരും ഡി ബ്ലോക്കാണേ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.